പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. സർവേശ്വര
ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിനെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാരോടാതെ സ്തുതിക്കുകയും ശ്രാപ്പേന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും ശ്രീവാനമ്മൽക്കെന്നും നന്മകൾ ഉറവിടമാ രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയും കോട്ടയുമാ ദുഷ്ടനെയും തൻ കെണികളും അതുവഴി നാം തോൽപ്പിച്ചിടണ്ടേ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തോറും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് വായന, അധ്യായം 26, വാക്യങ്ങൾ 16 മുതൽ 19 വരെ. ഗുരു ആശീർവദിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ജനം, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തൻ്റെ വാഗ്ദാനമനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുൾ ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. ഒന്നാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിൽ അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിൽ കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളുനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. സ്തുതിയുണ്ടാകട്ടെ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹോഷണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ പാപികൾ വരുവിൽ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. കൊർദോസ്കർക്കെതിരെ 2-ാം ലേഖനം 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹാത്തിന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്റെ കൃപാഗ്രഹത്താൽ നിന്നെ ദർപ്പലമാക്കുകയും ചെയ്യട്ടെ. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗൃഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, വലതു കൈയിലും ഇടതു കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെ ആണെങ്കിലും അറിയപ്പെടുന്നവരാണ്. മരിക്കുന്നവരെ പോലെ ആണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെ ആണെങ്കിലും പതിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. എന്റെ കർത്താവേ, പാപനിയായ മറിയം നിന്റെ ശിരസിൽ സ്വന്തതൈലം പൂശിയപ്പോൾ നിന്നിൽ നിന്ന് പ്രസരിച്ച കൃത്യമായ പരിമളം ഈ ധൂപത്തോടു കൂടെ കലരുമാറാകട്ടെ. നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഈ ധൂപം ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും.
പ്രകാശവും സകലത്തിന്റെയും ജീവനമായ മിശിഹായി, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് നയിക്കും സ്തുതി. ആമേൻ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മാർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാനെ എഫേസുസിൽ, നാഥാ ജനതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ, യൂദയ സഭയിൽ മത്തായി മാർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാനെ എഫേസുസിൽ, നാഥാ ജനതീ ഗ്രന്ഥം
ജനതതിയെല്ലാം ചേരിൽ രക്ഷിതനായി നാഥൻ വഴിയായി ഭൂവിൽ പാപം നിയതം മോചിപ്പവനി നാഥൻ മാത്രം. കർത്താവായ മിശിഹായ നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8 34 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. സന്തോഷമാണോ? സന്തോഷമല്ലേ? ആണോ? കുട്ടികളോട് ചോദിക്കണോ, വലിയവരോട് ചോദിക്കാൻ പാടില്ലല്ലേ? ശരിയല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ മറുപടി പറയാത്തത്? സന്തോഷമാണോ? വലിയ സന്തോഷമൊന്നുമില്ല. സന്തോഷമാണെന്നുള്ളവർ അടുത്തിരിക്കുന്നവർക്കൊന്ന് ഹാപ്പി ഫീസ്റ്റ് എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് ഹാപ്പി ഫീസ്റ്റ്. അല്ലാത്തവർ പറയണ്ട, നല്ല ഗൗരവത്തോടു കൂടി എന്നിരുന്നു. ഞാൻ പറയില്ല എന്നുള്ള മട്ടിൽ എന്നിരുന്നു, കുഴപ്പമില്ല. സന്തോഷമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ മസിൽ പിടിച്ചിരുന്നിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ സന്തോഷമായിക്കോളും. നമ്മുടെ കാനൂർ നമസ്കാരത്തിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഗാനമുണ്ട്. നമുക്ക് സുപരിചിതമായിരിക്കും. പ്രകാരം ജലമോടു തെല്ലും കലരാതെ ജലതിയിൽ നിന്നു വിരിഞ്ഞു വരും സുരതില വെള്ള താമരപൂ സ്ലീഹന്മാരെ ഭുവനത്തിൽ വശ്യത കണ്ടുമയങ്ങാതെ ജിതമാനസരായി ജീവിച്ചു.
നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ താമരയെ കുറിച്ച്. കണ്ണങ്കരക്കാര് താമര ആമ്പൽ എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു പിടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മളെല്ലാവരും താമരയും ആമ്പലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ താമരയുടെയും ആമ്പലിൻ്റെ ഒക്കെ പ്രത്യേകത? താമര അതിൻ്റെ വേര് നിൽക്കുന്നത് ചെളിയിലാണ്. എന്നാൽ ഈ താമരയിൽ ചെളിയുടേതായിട്ടുള്ള മണമോ നിറമോ ഗുണമോ ഒന്നും തന്നെ ഇല്ല. ഈ താമര വളരെ മനോഹരമായിട്ടുള്ളൊരു പുഷ്പം. പൂമ്പാറ്റകൾ, വണ്ടുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കൊച്ചുകുട്ടികൾ അതിനെ ഇഷ്ടപ്പെടുന്നു. എന്തിന് മസിൽ പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ പോലും അതിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്ന് പോകും. അത്രമാത്രം സൗരഭ്യം നൽകുന്ന ഒരു പുഷ്പമാണ് താമര. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ പുഷ്പമാണ്. അത്ര മനോഹരമായ പുഷ്പം. ഈ പുഷ്പത്തെ പോലെയാണ് വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെന്നാണ് പറയുക. ഇവരെല്ലാവരും ചേറിൽ നിൽക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള യാതൊരു മാലിന്യങ്ങളും മേശാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്. ലോകത്തിന്റെ കാപട്യങ്ങൾക്കും മാലിന്യങ്ങൾക്കും മ്ലേച്ഛതകൾക്കൊന്നും അടിമപ്പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ് ഇവരെയൊക്കെ നാം ഓരോ നിമിഷവും ഓർക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ നാം ഇന്ന് ഇവിടെ വണങ്ങുന്നുണ്ടെങ്കിൽ, ഓർക്കുന്നുണ്ടെങ്കിൽ, മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ, ലോകത്തിന്റെ മ്ലേച്ഛതകൾക്ക് അടിമപ്പെടാതെ ജീവിച്ചത് കൊണ്ടാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നൊക്കെ മരിച്ചു പോയ പലരെയും നമ്മൾ എത്ര ദിവസം ഓർക്കും? കുറച്ച് ദിവസം ഓർക്കും. ആരെങ്കിലൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു ഒപ്പീസ് ചൊല്ലിക്കും. അതിനപ്പുറത്തേക്ക് ഒരു തലമുറ കഴിഞ്ഞ പിന്നെ ഒപ്പീസ് ചൊല്ലലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നാം ഓർക്കുക, ഇവരൊക്കെ വിശുദ്ധരായിട്ട് ജീവിച്ചത് കൊണ്ടാണ്. എങ്ങനെ ഇവർക്ക് ഇതിന് ജീവിക്കാൻ സാധിച്ചു? എനിക്ക് തോന്നുന്നത് എപ്രകാരമാണ്, ഇവരുടെ ഉള്ളിലൊക്കെ ഒരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. ഇവിടെയുള്ളത് ഒരു ഇടത്താവളം മാത്രമെന്നുള്ള വലിയൊരു ലക്ഷ്യം, വലിയൊരു ഉൾക്കാഴ്ച ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ഉൾക്കാഴ്ച ഇവരെ നയിച്ചു. തമ്പുരാൻ കർത്താവ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിക്ഷേപം തേടുവിൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം തേടാനുള്ളവരാണ് നമ്മളൊക്കെ.